നമ്മുടെ ഫാക്കൽറ്റികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് തീർത്തും ക്യാമ്പസിന്റെ നേരിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു ചർച്ചയായതുകൊണ്ട് ഒരു 4 പേർക്ക് കൂടിയുള്ള ഒരു അവസരം നമ്മളോട് നൽകുകയാണ്. ഇപ്പോൾ സദസ്സിൽ നിന്ന് തയ്യാറാകുന്ന 4 പേർക്ക് ക്യാമ്പസിലെ മദ്യം, മയക്കുമരുന്ന്, രാഷ്ട്രീയ അതിപ്രസരം, അവിടെയുള്ള മറ്റുള്ള സാമൂഹികമായ അരാജകത്വം, റാഗിംഗ്, ഹോസ്റ്റൽ വൈകൃതങ്ങൾ തുടങ്ങി ക്യാമ്പസിലെ തിന്മകളിൽ നിന്ന് എങ്ങനെ നന്മയാർന്ന ഒരു ജീവിതം നയിക്കാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സജഷൻസോ നിങ്ങളുടേതായ ഇടപെടലുകൾ നടത്താനുള്ള ഒരു തുറന്ന അവസരമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സെഷൻ തുറന്നു വെക്കുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന കൈപൊക്കുന്ന 4 പേർക്ക് കൂടി അതിൽ പങ്കെടുക്കാം. എല്ലാറ്റിനും സമ്പൂർണ്ണമായി അതിന് വിശകലനം ചെയ്യേണ്ടത് നിങ്ങളല്ല, നമ്മുടെ പണ്ഡിതന്മാർ അതിലേക്ക് പങ്കുചേരും. നിങ്ങൾക്ക് ആ വിഷയങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ, തുടങ്ങി വെക്കാനുള്ള അവസരമാണ് നൽകുന്നത്. വരൂ. ഇനി 3 പേർക്ക് കൂടി അവസരമുണ്ട്. തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിൽ നിന്ന് അനസ് സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. 3 പേർക്ക് കൂടി വരും. കമോൺ, ജസാക്കല്ലാഹ് ഖൈർ. നിയാസ് അലി ഫ്രം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, 2 പേർക്ക് കൂടി വാ. മുഹ്സിൻ MM കോളേജ് ട്രിച്ചി, വരൂ. പ്രതികരണ ബോധമുള്ളവർ ഇനിയും ക്യാമ്പസിലുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ കടന്നു വരികയാണ്. ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ആരെയും കാത്തു നിൽക്കുന്നില്ല, നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥികളായി വന്നിട്ടുള്ള നമ്മുടെ സംഘടനാ നേതാക്കളെയും മറ്റുള്ള ആളുകളെയും നമ്മുടെ ഈ സദസ്സിലേക്ക്, വേദിയിലേക്ക് അവരെ വിനീതമായി ക്ഷണിക്കുന്നു. നസായി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം. ഒരു ക്യാമ്പസിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടാൻ ക്യാമ്പസിൽ നിന്ന് തന്നെ ഉള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെഷൻ. നേരത്തെ പേര് നിർദ്ദേശിച്ചവരിൽ നിന്ന് പുറമെ നമ്മൾ ഇവിടെ ഏറ്റവും ഫ്രഷായി 4 പേർക്ക് കൂടി അവസരം കൊടുത്തിരിക്കുകയാണ്. തീർത്തും സ്വതന്ത്രമായ ലൈവായി നടക്കുന്ന ഒരു ഇന്ററാക്ഷൻ. അതിന് തടസ്സമായി നമ്മുടെ പോഡിയം മാറരുത് എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ നടപടി എടുക്കണം. നമ്മുടെ ക്യാമ്പസിന്റെ ഭാവി പ്രതീക്ഷകളായ നമ്മുടെ പ്രതിനിധികൾ അവരുടെ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ക്യാമ്പസ് ഇൻട്രാക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ടീം അംഗങ്ങൾ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ധാരണയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. MSM IT വിങ് ഒരുക്കിയിട്ടുള്ള സൈബർ കോർണർ നമ്മുടെ മൊബൈൽ ഫോണുകൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം അവിടെ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. നമ്മുടെ മെമ്മറി കാർഡും നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറി മറ്റു സേവിംഗ് സംവിധാനങ്ങളെല്ലാം സുരക്ഷിതമായി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, ഇസ്ലാമികമായ സോഫ്റ്റ്വെയർസ്, ഖുർആൻ ഹദീസ് പ്രോഗ്രാമുകൾ, ഇസ്ലാമിക ഗാനങ്ങൾ, MP3, പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, ഖുർആൻ സയൻസുമായി ബന്ധപ്പെട്ട പ്രസന്റേഷനുകൾ, മറ്റു വീഡിയോസ് എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ സമ്പന്നമായ ഒരു സംവിധാനം സൈബർ കോർണറിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഹലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹാബത്തി അജ്മായിൻ. അമ്മാബാദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നമ്മുടെ ഈ ക്യാമ്പസ് ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്ന ക്യാമ്പസ് സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൽ വളരെ താല്പര്യപൂർവ്വം സജീവമായി ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഫ്കോൺ പ്രോഗ്രാമിൻ്റെ ഏറ്റവും സജീവമായ മുഴുവൻ ആളുകൾ ഒരേ സമയം ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പുതുമയാർന്ന ഒരു പ്രോഗ്രാമിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നാം ചെലവഴിക്കുന്ന നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ ക്യാമ്പസുകൾ യഥാർത്ഥത്തിൽ നാം നേടുന്ന വിദ്യാഭ്യാസത്തോടും നാം ആർജിക്കുന്ന അറിവിനോടുമൊപ്പം നമ്മിൽ നിർബന്ധമായി ഉണ്ടാവേണ്ട ഗുണങ്ങളും മൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും പോരായ്മകളും കുറവുകളും നികത്തി കൂടുതൽ ഉയരങ്ങളിലേക്കും നന്മയിലേക്കും നമുക്ക് കുതിക്കുവാനും സഹായകമാകുന്ന ഈ സെഷൻ ഇവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. ഈ സെഷന്റെ നേതൃത്വമുള്ളത് നമ്മുടെ ക്യാമ്പസിൽ നിന്നുള്ള വ്യത്യസ്ത ക്യാമ്പസുകളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളാണ്. അവർ അവരുടെ മുന്നിൽ വരുന്ന, അവർക്ക് പ്രസക്തമെന്ന് തോന്നുന്ന ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന വിഷയം തീർത്തും വ്യക്തിപരമായി അവരുടെ അഭിപ്രായമാണ്. സ്വാഭാവികമായി ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിക്ക് അതിനോട് എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതല്ലാത്ത നമ്മുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടാവാം. തീർത്തും വിരുദ്ധ അഭിപ്രായങ്ങളിൽ നിന്ന്, വ്യക്തികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ മതത്തിന്റെ അഭിപ്രായം, യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും എന്തു പറയുന്നു, എന്തു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് സ്വാംശീകരിച്ച് ഉരുത്തിരിഞ്ഞ് നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല അവസരത്തിന് വേണ്ടി നമ്മൾ പടച്ചതമ്പുരാന്റെ നാമത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നു. ഈ ക്യാമ്പസ് ചർച്ചയുടെ തുടക്കം പ്രത്യേകിച്ച് ആരെയും ഞാൻ വിളിക്കുന്നില്ല. തുടക്കം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമ്പസിന്റെ ഒരു പ്രതിനിധി ആദ്യമായി കടന്നു വരണം. വരുന്ന ആളുകൾ അവരുടെ പേരും ക്യാമ്പസ് വന്ന് പരിചയപ്പെടുത്തണം. ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ് അഷ്റഫ്. ഞാൻ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള മദ്യത്തിന് പറ്റിയിട്ടാണ്. പൊതുവേ നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് KSCB എന്നുള്ള വാക്ക്. പക്ഷെ അത് നമ്മൾ ക്യാമ്പസിൽ പോയിട്ട് ഞാൻ പിന്നെ അത് KSBC എന്നായിട്ടാണ് കേട്ടത്. അപ്പോൾ KSCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും മറ്റത് KSBC വെച്ചിട്ടുണ്ടെങ്കിൽ ബീവറേജസ് കോർപ്പറേഷനുമാണ്. അതാണ് ഈ കോളേജിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം. അവിടെ പോയപ്പോൾ ഞാനും
പോയി ക്യൂ നിന്നിട്ടുണ്ട് ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട്. ആ ഒരു ലെവലിലാണ് ക്യാമ്പസിന്റെ ഒരു സ്ഥിതി. പിന്നെ എനിക്കതിൽ പറയാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ എനിക്ക് മദ്യത്തിന് വേണ്ടിയിട്ട് പൊതുവെ ഉമ്മയും എല്ലാവരും പറഞ്ഞു കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ആ പറയണത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത, നമുക്ക് ആ ഒരു ഒപ്പീനിയനിൽ തന്നെ നമുക്കൊരു ചേഞ്ച് വരും. അതാണ് എനിക്ക് തോന്നുന്നത് അതിൽ വ്യത്യാസമുള്ളത്. നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിൽ വരുമ്പോൾ ഉണ്ടാവുന്നൊരു വ്യത്യാസം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പൊതുവെ ചേട്ടന്മാരെല്ലാവരും ഇപ്പോൾ എന്തിനാ ചങ്ങായി കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ക്യാമ്പസിന്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ ഒപ്പം ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്നത്. അതായത് നമ്മളെല്ലാവരും കൂടെ ഒപ്പം ഇരുന്ന് കുടിക്കുമ്പോൾ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഇരിക്കാനുള്ളൊരു സിറ്റുവേഷൻ. അതിരിക്കും എന്താ പറ്റുക, അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മൾ തമ്മിൽ വിഷയങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി മാറും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്നാണ് ഇപ്പം എനിക്ക് ചോദിച്ചപ്പോൾ കിട്ടിയുള്ളൊരു ഇത്. പക്ഷെ എനിക്കൊരു പറയാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പോൾ ക്യാമ്പസിൽ സ്വാഭാവികമായിട്ടൊരു ക്യാമ്പസ് ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല നാട്ടുകാരായിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കിടയിലുണ്ടായിരിക്കും. അതിൽ 99% ഉണ്ടാവുന്നതും മദ്യത്തിന്റെ ബേസിൽ. ഒന്നുമില്ലെങ്കിൽ രണ്ടാളും വെള്ളമടിച്ച് വന്നിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ വെള്ളമടിക്കണേൽ ഒരാൾ കൂടിയില്ല. അതൊക്കെയാണ് വിഷയങ്ങളായിട്ട് പൊതുവെ വരാറുള്ളത്. അത്രയൊക്കെ ഉള്ളൂ. ക്യാമ്പസ് ഒരു മധ്യവർഗ സമൂഹമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള വളരെ സത്യസന്ധമായ ഒരു ചിത്രീകരണമാണ് നമ്മുടെ സഹോദരൻ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ക്യാമ്പസിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്വയം രക്ഷപ്പെടാം, എങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് ആദ്യമായി ഇടപെടുന്നതിന് വേണ്ടി ഹാരിസ് ബിൻ സലീമിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമ്മുടെ ക്യാമ്പസിലെ ലഹരിയെക്കുറിച്ച് ക്യാമ്പസിൻ്റെ പ്രതിനിധികളിൽ നിന്ന് തന്നെ അതിൻ്റെ പച്ചയായ ചില ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന നിലക്കാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ സംസാരിച്ചത്. പൊതുവെ സംസാരത്തിൽ വരുന്ന ചില അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തെറ്റുകൾ നമ്മളിത് സംഭവിച്ചു പോകാം, പക്ഷേ തെറ്റുകളെ ഒരിക്കലും നമ്മൾ ഒരു വലിയ വീരസാഹസികതയായി മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് ഇസ്ലാമികമായി വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. നമ്മളിൽ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച് ഒരിക്കലും അടങ്ങാത്ത കുറ്റബോധമാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു തെറ്റ് അത് പ്രവർത്തിച്ചവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ മാനസികാവസ്ഥയിൽ മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ മരണത്തിലും മരണാനന്തരത്തിലും ദൂരവ്യാപകമായ ദുരന്തങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്ന തെറ്റുകൾ വല്ലതും ജീവിതത്തിൽ സംഭവിച്ചു പോയത് തിരിച്ചറിഞ്ഞാൽ ആ തെറ്റുകളെ പൂർണ്ണമായും നമ്മൾ രഹസ്യമാക്കി വെക്കണം. ഒരു സന്ദർഭത്തിലും നമ്മുടെ സുഹൃത്തുക്കളോടുള്ള സംസാരത്തിൽ നമ്മളത് പറഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു, പലപ്പോഴും ചേട്ടന്മാർക്ക് വേണ്ടി ഞാനും ക്യൂ നിന്നിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എനിക്കിത് പറയാനൊരു അവസരം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ തെറ്റുകളെ നമ്മൾ മറച്ചു വെക്കണം. ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ തെറ്റ് നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്നതായിരിക്കണം. അതുകൊണ്ട് കുല്ലു അംരി മുആഫ, എല്ലാ കാര്യങ്ങളും അള്ളാഹു പുറത്തു തരും നമുക്ക്. ഇല്ലൽ മുജാഹിരീൻ, തെറ്റുകൾ പരസ്യപ്പെടുത്തുന്നവരൊഴികെന്നാണ്. അതുകൊണ്ട് ക്യാമ്പസിൻ്റെ അശ്രദ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കളെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യമായി അള്ളാഹുവോട് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഈ മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ ഏതൊരു മദ്യവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും, അത് ഡ്രഗ്സ് ആയിട്ട് ഏത് ഇനത്തിലുള്ളതായിരുന്നാലും, പൊതുവെ എത്രമാത്രം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ പറയാറുള്ള ആദ്യത്തെ വാചകം, ഞാൻ അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല,
എപ്പോഴെങ്കിലുമൊക്കെ അപൂർവമായി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെ ഭാഗമായി അവരെ നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാനൊരു മദ്യപാനിയല്ല, ഞാനൊരു ലഹരിക്ക് അടിമപ്പെട്ട ആളുമല്ല, താൽക്കാലികമായി എപ്പോഴെങ്കിലും ഒന്ന് കമ്പനി കൂടാൻ സൗകര്യം കിട്ടുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് എന്ന ഒരു വിചാരം മനസ്സിലുണ്ടാക്കിക്കൊണ്ടാണ് ഈ രംഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഉമ്മുൽ ഖബായിസ് എന്നാണ്, തിന്മകളുടെ മാതാവ് എന്നാണ്. ഒരു മദ്യപാനി മദ്യപാനം എന്നൊരു തെറ്റ് മാത്രമല്ല ചെയ്യാം, ആ മദ്യപാനം ലഹരി മനുഷ്യനെ ഏത് മാരകമായ തെറ്റുകളിലേക്കും അവനെ എത്തിക്കുന്നുള്ളതാണ്. മദ്യപാനിക്ക് ലഹരിക്ക് ആവശ്യമായ പണം അതവന് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് എത്ര സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണെങ്കിലും ലഹരിയുടെ അടുത്ത സമയം വരുമ്പോൾ അതുപയോഗിക്കുവാൻ പണം സമ്പാദിച്ചേ പറ്റൂ. അത് മാതാപിതാക്കളിൽ നിന്നാവാം, സ്വന്തം ഭാര്യയിൽ നിന്നാകാം, സുഹൃത്തുക്കളിൽ നിന്നാകാം, അത് മോഷ്ടിച്ചിട്ടാകാം, ഏത് രൂപത്തിലാണെങ്കിലും പണം ശേഖരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് മദ്യപാനി മോഷ്ടാവാണ്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ മദ്യം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം ഒരു മദ്യപാനിക്ക് സാധ്യമേ അല്ല. ഒരു മദ്യപാനിയെ ഒരു കാരണവശാലും പൂർണ്ണ സംതൃപ്തിയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്ക് അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ദാമ്പത്യ പരാജയങ്ങൾ പലപ്പോഴും അത്തരം ആളുകളെ വ്യഭിചാരങ്ങളിലേക്കും അവിഹിത ബന്ധങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. മദ്യം നമ്മുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് കൊലപാതകമടക്കമുള്ള ഏത് തെറികളും ഏത് തിന്മകളും ചെയ്യാൻ ഒരു മദ്യപാനിക്ക് ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയൊരു തുടക്കം, മദ്യത്തിന്റെ രുചി ഏതെങ്കിലും തരത്തിൽ ഒരു പുകയായോ ഒരല്പം ഒരു കവിൾ കൊണ്ടാൽ അതും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ദുരന്തത്തിന്റെ ഏറ്റവും വലിയ വഴിയാണ് തുറന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഏതൊരാളും മദ്യപാനത്തിന്റെ വഴിയിൽ എത്തിച്ചേരും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ ഗൗരവപൂർവമായ ഒരു ചർച്ച നടത്തുമ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അത്തരം ഒരു അനുഭവം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നാം അതിനെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കി മടങ്ങിയില്ലെങ്കിൽ തൽക്കാലം നാം അതിൽ നിന്ന് വിട്ടുനിന്നാലും അത് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ വരും. കാരണം മദ്യം നമുക്ക് തരുന്ന ആ സമയത്ത് തന്ന ആസ്വാദനത്തെ പിന്നീട് മനുഷ്യൻ ഓർക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ജീവിതത്തിൽ വലിയ ടെൻഷനോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ മുമ്പെന്നോ കുടിച്ച് മറന്നുപോയ അനുഭവിച്ച് മറന്നുപോയ ആ തിന്മ അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ട് ജീവിതം എപ്പോഴും പ്രതിസന്ധികളുമായി മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ലഹരിയുടെ സുഖം അനുഭവിച്ചാൽ അതിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ, നൂറുകണക്കിന് അവസരങ്ങൾ ജീവിതത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായും അത് മനസ്സിൽ നിന്നും നമ്മൾ പൂർണ്ണമായി അതിനെ നിരാകരിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മദ്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ഒന്ന്, നമ്മളൊക്കെ വിശ്വാസികളാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും അവസ്ഥയിൽ മദ്യത്തിന്റെ ലഹരിയുടെ അവസ്ഥയിൽ അത് രക്തത്തിൽ കലർന്നുകൊണ്ട് നാം അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ മരണപ്പെട്ടാൽ തീർച്ച മുതുമിനുൽ ഖംർ, മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, തിരിച്ചറിയണം, മദ്യം ഉപയോഗിച്ച ഒരു ലഹരിയുടെ അവസ്ഥയിൽ നാം വാഹനം ഓടിച്ചപ്പോഴോ റോഡ് മുറിച്ചു കടന്നപ്പോഴോ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരു മദ്യത്തിന്റെ ലഹരിയോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള ഭയം തന്നെയാണ് നമ്മളെ അതിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഏറ്റവും വലിയ പ്രചോദനം. എപ്പോഴാണ് മരണം വന്നു ചേരുക എന്ന് നമുക്കറിയാത്തത് കൊണ്ട് മദ്യപിച്ച് ലഹരിയുടെ ഒരു സന്ദർഭത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏതൊരവസ്ഥയിലാണ്, എന്റെ കർമ്മങ്ങളുടെ വിചാരണയുടെ കോടതിയിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത് എന്ന വിശ്വാസത്തിന്റെ വിചാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത്, തിന്മ ചെറുതല്ലേ, അപൂർവമായിട്ടല്ലേ, ഒരാഘോഷവേളയിലായിട്ടല്ലേ എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ഇന്നഹാ, നിശ്ചയമായും കാര്യം, പ്രവർത്തിക്കുന്ന തെറ്റ് എത്ര ചെറുതാണെങ്കിലും അതിനെ അള്ളാഹു കൊണ്ടുവരും, അതിന്റെ പേരിലെ ശിക്ഷാ നടപടി പരലോകത്ത് സ്വീകരിക്കും എന്ന് ഉറപ്പാണ്. ആ വിചാരം നമ്മളെ ഇന്ന് പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അത്തരം സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. അല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റൂല.
മദ്യപാനത്തിന് എപ്പോഴെങ്കിലും നമ്മുടെ കൂടെ പങ്കെടുത്ത ഒരാൾ നിങ്ങൾക്കൊരു കാലത്തും സുഹൃത്തായി ഉണ്ടാവാൻ പാടില്ല. അയാൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. എന്നെങ്കിലും ഒരിക്കൽ മദ്യപാനത്തിന്റെ പാപം അനുഭവിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായി നിങ്ങൾ ബന്ധം തുടരുന്നുവെങ്കിൽ അവൻ നിലവിലൊരു മദ്യപാനിയാണെങ്കിൽ തീർച്ച തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് മോചനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. സഹോദരങ്ങളെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിന് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഓർമ്മയും വിചാരവും നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കും. പിന്നെ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയും മോചനത്തിനുള്ള സഹായകമായി തീരും. കാരണം ഒരു മദ്യപാനിയെ മദ്യപാനത്ത് തിരിച്ചു കൊണ്ടുവന്ന ഒരാൾ അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മദ്യപാനികൾ ഇന്ന് മോചനം നേടിയ ആളുകൾ തമ്മിൽ അസോസിയേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവരൊക്കെ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വർക്കിൽ നിരതരായിട്ടാണ് അവർ ആ അവസ്ഥയിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ആരെ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മദ്യപാനത്തു നിന്ന് ആരെ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇനി ഒറ്റ കാര്യമുള്ളൂ, അവന് താല്പര്യം വേണം. നാം ആരെയാണോ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ആഗ്രഹം വേണം. ആ വ്യക്തി എനിക്ക് നിന്ന് രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥതയോടുകൂടെ നമ്മളോട് പറഞ്ഞാൽ അത് തന്നെയാണ് അയാളെ മോചിപ്പിക്കാനുള്ള ആദ്യത്തെ വഴി. പിന്നെ അതിന് പറ്റാവുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കുകയും നല്ലൊരു സുഹൃബന്ധത്തിലൂടെ കുറച്ചു നീണ്ട കാലം അവൻ്റെ കൂടെ സഹവസിക്കുകയും അവന് നല്ലതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. തീർച്ച നമുക്കറിയാം, മദ്യനിരോധനത്തിന്റെ കൽപ്പന വന്നപ്പോൾ സഹാബത്തിന് ഒന്നും ആലോചിച്ച് നിൽക്കാതെ, ഒരു മരുന്നും കഴിക്കാതെ, ഒരു പ്രതിവിധിയും സ്വീകരിക്കാതെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം മുഴുമദ്യപാനികൾക്ക് മദ്യത്തെ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയെങ്കിൽ മദ്യത്തിന് മോചനം സാധ്യമാണെന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുന്നു. ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഒരു പൈശാചിക പ്രവൃത്തിയാണ്. പിശാച് ഒരു മദ്യപാനിയുടെ കൂടെ എപ്പോഴും ഉണ്ട്, എല്ലാ തിന്മകളിലേക്കും അവൻ നയിച്ചുകൊണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയും അത്തരം സാഹചര്യങ്ങളെ ഏറ്റവും മാരകമായി കാണുകയും ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്താം. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഇതിനോടനുബന്ധമായ എന്തെങ്കിലും പ്രസക്തമായ ചോദ്യം സദസ്സിന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവസരമുണ്ട്. സിഗരറ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തണം. പേര്? എന്റെ പേര് അഫ്സൽ, MES കോളേജ് മാറമ്പള്ളിയിൽ നിന്ന് വരുന്നത്. സിഗരറ്റിനെ പറ്റി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ പറ്റുമോ? അതിന്റെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞൊരു ദിവസം കടയിൽ ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി ചെന്ന സമയത്ത് നമസ്കാരവും മതപരമായ ചിട്ടകളൊക്കെ പാലിക്കുന്ന ഒരു കാരണവരാണ് ആ കച്ചവടത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ പുറത്തുനിന്നൊരാൾ വന്നൊരു ചെറുപ്പക്കാരൻ ഒരു സിഗരറ്റ് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, സിഗരറ്റ് വിൽക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെയൊക്കെ വിറ്റിരുന്നു, പിന്നെ ഇടക്കാലത്ത് ഞാനതൊന്ന് നിർത്തിവെച്ചതാണ്. പിന്നെ വീണ്ടും എന്നോട് ഞാനൊരു പണ്ഡിതനോട് സംശയം ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അതിലെന്താ കുഴപ്പം? നിങ്ങൾ വിറ്റില്ലെങ്കിൽ വേറെ ആളുകൾ വിൽക്കും, അയാൾ വാങ്ങും, വലിക്കും. നിങ്ങൾ വിൽക്കാതിരുന്നത് കൊണ്ട് ഇവിടുത്തെ സിഗരറ്റ് വിൽപ്പനയും സിഗരറ്റ് വലിയൊക്കെ ഒന്നിച്ച് അവസാനിപ്പിക്കുമോ എന്ന് എന്നോടൊരു പണ്ഡിതൻ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ആരംഭിച്ചതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചിട്ടല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തോട് തിരിച്ച് ഞാൻ ചോദിച്ചൊരു ചോദ്യം, എന്തെങ്കിലും ഒരു ഗുണം, സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ അത് വിൽക്കുന്ന നിങ്ങൾക്ക് മാത്രം, ഒരാർക്കെങ്കിലും ഉണ്ടോ? വിൽക്കുന്ന അയാൾക്ക് കിട്ടുന്ന ഒരു 5, 10, 25 പൈസയല്ലാതെ സിഗരറ്റിൽ ഒരു ഗുണവും ആർക്കുമില്ലെന്ന് 100% ഉറപ്പ്. ആ പുക വലിക്കുന്ന വ്യക്തിക്കോ അയാളിൽ നിന്ന് വരുന്ന പുക ശ്വസിക്കുന്ന വ്യക്തിക്കോ ആർക്കും ഒരു ഗുണമില്ല. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ആ പുകവലി നമുക്കേതർത്ഥത്തിലും ദോഷകരമാണെന്ന്. ഒന്ന്, അഭിമാനം. ഇന്ന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞങ്ങൾ യാത്രക്കാരാകുന്നതുകൊണ്ട് ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും പുകവലിക്കുന്നവർ മറഞ്ഞു നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പൊതുവായ ബസ് സ്റ്റാൻഡുകളിൽ എല്ലാ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും ചില കോർണറുകൾ ഉള്ള പോലെ പുകവലിക്കാർക്കും ചില കോർണറുകളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പരസ്യമായി വലിച്ചുകൂടാ. സഹോദരങ്ങളെ, ആത്മാഭിമാനത്തോടു കൂടെ ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തി
തൽക്കാലം നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും ഇസ്ലാമിൻ്റെ മര്യാദകളെയും ഒക്കെ മാറ്റി നിർത്തിയാലും ആത്മാഭിമാനവും മാന്യതയുമുള്ള ഒരാൾക്ക് ഇന്ന് മാന്യമായി നിന്ന് അയാളിരിക്കുന്ന ഓഫീസിന്റെ കസേരയിലോ അയാളെ പരിചയമുള്ള ആളുകൾക്ക് മുമ്പിലോ വെച്ച് വലിക്കാൻ പാടില്ലെങ്കിൽ അഭിമാനകരമല്ലാത്തൊരു പ്രവൃത്തിയല്ല എന്ന തിരിച്ചറിവ് തന്നെ ഒരാൾക്ക് മദ്യപാനത്ത് മാറി നിൽക്കാൻ മതിയായ കാരണം. പിന്നെ മാത്രമല്ല, അതിന്റെ ബുദ്ധിമുട്ടുകൾ ആ വലിക്കുന്ന വ്യക്തി അനുഭവിക്കാമെന്ന് തീരുമാനിച്ചാൽ പോലും അതിന്റെ കെടുതികൾ എത്രയാണ് സഹോദരങ്ങളെ. നാം സംസാരിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് നമ്മുടെ മാതാപിതാക്കൾ, വിവാഹം കഴിഞ്ഞവർക്ക് അവിടെ ഭാര്യമാർ, അതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള ആളുകൾ, എത്ര ആളുകളാണ് ആ മദ്യപാനിയുടെ ഒരു വായയുടെ വാസനയുടെയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എത്ര പേരാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതിനപ്പുറം അത് ഈ സദസ്സ് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാര്യം ഇസ്ലാം അനുവദിക്കൂല എന്ന് ഉറപ്പല്ലേ സഹോദരങ്ങളെ. എല്ലാ തൊയ്യിബാത്തുകളെയും നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. ഖബായിസുകളെ, തൊയ്യിബാത്ത് പറഞ്ഞാൽ വിശിഷ്ടമായ വസ്തുക്കൾ, അത് മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വെല്ലുവിളി നമുക്ക് ഈ ലോകത്ത് നടത്താൻ പറ്റും. ഇസ്ലാം അനുവദിച്ച ഏതെങ്കിലും ഒരു കാര്യം മാനവരാശിക്ക് ദോഷമാണെന്ന് ഒരു ലബോറട്ടറികളിലും തെളിയിക്കപ്പെടുകയില്ല. അത് പറയാൻ ഒരു ദൈവിക മതത്തിന്റെ ആളുകൾ എന്ന നിലക്ക് നമുക്ക് ആത്മധൈര്യമുണ്ട് സഹോദരങ്ങളെ. ആ ആത്മധൈര്യത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഗതിയാണോ അത് ദോഷകരമാണെന്നും അതിന്റെ നാശത്തെക്കുറിച്ച് ലോകമൊട്ടുക്കും അതിന് പ്രത്യേക ക്യാമ്പയിനുകൾ വെച്ച് ബോധവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മൾ അതിന് ഏറ്റവും ശക്തമായി എതിര് നിൽക്കേണ്ടവരാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്കും ഒരു വ്യക്തമായ വിശ്വാസ പ്രമാണത്തിന്റെ ആളുകൾ എന്ന നിലക്കും നമ്മൾ അതിന് വ്യക്തമായി എതിര് നിൽക്കേണ്ട ആളുകൾ തന്നെയാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സാമ്പത്തികമാണ്. ഇന്ന് സിഗരറ്റിന്റെ വില എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ വലിച്ചു തീർക്കുന്ന ആ സിഗരറ്റിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഒരാഴ്ചയിലും ഒരു മാസത്തിലും ഒരു വർഷത്തിലും ഒരു വ്യക്തി അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ സംഖ്യ ആലോചിച്ചാൽ മതി. ഞാൻ ഇന്നലെ പോലും കണ്ടു, കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് വരുന്നൊരു കുട്ടി, ആ കുട്ടി ട്രെയിനിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോയില്ല, ചേർന്നില്ല. എന്തറിയോ, പോയി വരാനുള്ള അത്യാവശ്യ ബസ് ഫെയറും ചെലവുകളും ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചതിന് 2 കണ്ണുകളും നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. പഠിക്കുവാനും അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങൾക്ക് പോലും ഗതിയില്ലാത്ത നമ്മുടെ സഹപാഠികളും സഹോദരങ്ങളുമായ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ വിലപ്പെട്ട പണം ആർക്കും പ്രയോജനമില്ലാതെ വലിച്ചൂതി വിടുന്നവൻ നാളെ പരലോകത്ത് ചെന്നാൽ അവൻ ചെലവഴിച്ച പണത്തെക്കുറിച്ചൊരു കണക്ക് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ വലിച്ചൂതി വെട്ട സിഗരറ്റിന് വേണ്ടി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഒരു വിശ്വാസി എന്ത് കണക്ക് കൊടുക്കും പരലോകത്ത്? എവിടെ നിന്ന് വാങ്ങി എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കുന്നതിനൊരു മറുപടി, എന്തു മറുപടിയാണ് അതിന് പറയാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. അപ്പോൾ സാമ്പത്തികമായ നഷ്ടം, ആരോഗ്യപരമായ പ്രശ്നം, അഭിമാനത്തിനുള്ള ഏൽക്കുന്ന ക്ഷതം, ഇതെല്ലാം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നിലക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതും പൂർണ്ണമായും നിരാകരിക്കേണ്ട കാര്യമാണെന്ന് ഉറപ്പ്. അതിൻ്റെ ഒരു വിധി പറയാന്നുള്ളതല്ല, തികച്ചും ഗുണകരമല്ലാത്തൊന്ന് നമ്മൾ മാറി നിൽക്കണം. അതിലുപരി ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ കാണുന്നത് കേവലം ഒരു വിശ്വാസികൾ എന്ന നിലക്ക് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന പ്രബോധകന്മാരുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരാളുടെ ചുണ്ടിൽ എപ്പോഴെങ്കിലും സിഗരറ്റ് കണ്ടാൽ നമ്മളിൽ നിന്നൊരു വാക്കും സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ കൂടെയുള്ള സഹപാഠികൾക്കോ സുഹൃത്തുക്കൾക്കോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സദസ്സിലുള്ളവർ എന്തായിരുന്നാലും അത്തരം വല്ല ദുശ്ശീലങ്ങളുമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ഈ ക്യാമ്പസിൽ വെച്ച് അത് ചെയ്യുന്നില്ലെന്ന് നമുക്കറിയാം. ഇവിടെ നിന്ന് തിരിച്ചു പോയാലും ഈ 3 ദിവസത്തെ പരിശീലനം കൊണ്ട് നമ്മുടെ പോക്കറ്റിലോ എവിടെയെങ്കിലും ബാഗിലോ അവശേഷിക്കുന്ന വല്ല സിഗരറ്റുകളും ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിച്ച് നിർദ്ധയം മുറിച്ച് വലിച്ചു പുറത്തേക്കെറിഞ്ഞ് നാം തീരുമാനം പ്രഖ്യാപിക്കുക. നാളെ പരലോകത്ത് കണക്ക് പറയാൻ പറ്റാത്ത, നാളെ ഒരു വലിയ മാരകമായ രോഗത്തിലേക്ക് എൻ്റെ അനുഗ്രഹീതമായ ശരീരത്തെ തള്ളിവിടുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സഹപാഠികൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ എന്നും ഒരു വിഷമകരമായൊരു വ്യക്തിയായി മാറ്റുന്ന ഈ ദുശ്ശീലങ്ങളിൽ നിന്ന് ഞാനിതായി പ്രോഫ്കോണോടുകൂടെ വിടവാങ്ങുന്നു എന്ന് പറയാൻ സഹോദരങ്ങളെ, ഇന്നു പറ്റിയാൽ നാം രക്ഷപ്പെടും. ഇനി ഒരു അവസരം അതിന് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് നന്മയുടെ മാതൃകളായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്യാമ്പസിൽ നന്മയുടെ വക്താക്കളാകാൻ നമ്മളെ സഹായിക്കുന്ന ലൈവ് ഡിബേറ്റ് മുന്നോട്ട് പോവുകയാണ്. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി ഫാസിൽ. കരുണ മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഫാർമസി കോളേജിൽ നിന്ന് ഫാസിൽ, പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സഹോദരങ്ങളെ, ഞാൻ പാലക്കാട് കരുണയിലല്ല, ഇരിങ്ങട്ടൂർ പുതിയ കരുണ ഫാർമസി കോളേജിൽ പഠിക്കുന്നത്. എനിക്ക് കിട്ടിയ വിഷയം പ്രണയമാണ്, ക്യാമ്പസ് പ്രണയം. അതിനു മുമ്പ് എനിക്ക് ഇതിൽ വരെ ഒരു ഡൗട്ട് ഉണ്ട്. എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ, ഞാൻ ഫാർമസിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആൽക്കഹോളൊക്കെ ആയിട്ട് ഇടപെടേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ ഡ്രഗ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും 90% ആൽക്കഹോളും 80% ആൽക്കഹോളും മേജർ ഡ്രഗ്സിലും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ക്യാപ്സ്യൂളിലും സിറപ്പിലും ഓയിൻമെന്റിലും എല്ലാത്തിലും മേജർ ഡ്രഗ്സിലും ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഇപ്പൊ ഈ കോഴ്സ് തന്നെ ഹലാലാണോ എന്ന് എനിക്ക് തോന്നിപ്പോ എനിക്ക്. അപ്പൊ എന്താണ് അതിന്റെ ഇത്? പിന്നെ പ്രണയത്തെ, ഞാൻ എന്റെ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രണയം അള്ളാഹുവിന്റെ മതം അതിന്റെ ആദ്യത്തെ പടി തന്നെ അടച്ചിരിക്കുക, ആദ്യത്തെ പഴുത് തന്നെ അടച്ചിരിക്കുകയാണ്. നമുക്ക് പലർക്കും അറിയില്ലത്. കണ്ണ് താഴ്ത്താനാണ് യദലിന്നമിൻ അബ്സാരിഹിം ദാലിക അസ്കാലഹും എന്ന് പറഞ്ഞത് ഖുർആനില്. കണ്ണ് താഴ്ത്തട്ടെ, അതാണ് അവർക്ക് നല്ലത്. പക്ഷേ ഞാനൊക്കെ മനസ്സിലാക്കിയുള്ളത്, അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയാണ്, ഞങ്ങൾ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുകയാണെങ്കിൽ ഒറ്റ പെൺകുട്ടികളും കണ്ണിപ്പെടാതെ നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം പോസിബിൾ അല്ലാതെ. എങ്കിലും ഞാനൊക്കെ പഠിക്കുന്നത് ഒരു 80% ഗേൾസ് ഉള്ള കോളേജിലാണ്. അപ്പോ എന്റെ നീയത്ത് ശരിയായിട്ട് ഇന്നമലാമാല് പിന്നിയാർന്നല്ലേ, അപ്പോ എന്റെ നീയത്ത് ശരിയായിട്ട് ആ രീതിയിൽ ഗേൾസുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പടച്ചോൻ പിടിച്ച് ശിക്ഷിക്കുവോ അതോ അതൊരു മേജർ സിന്നാണോ? എങ്ങനെയാണ് ഞാൻ ഇടപെടേണ്ടത്? കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു റെസ്ട്രിക്ഷൻ അല്ലേ? ഒറ്റ പെൺകുട്ടിയും കണ്ണിപ്പെടാതെ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സാധിക്കുമോ? അപ്പോൾ ഒരു വിശദമായ മറുപടി 2 ചോദ്യങ്ങൾക്കും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. മക്ബർ സാഹിബ് ഈ ചോദ്യത്തെ, ഈ പ്രതിസന്ധിയെ നേരിടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കരുത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ആദ്യത്തെ പ്രശ്നം ആൽക്കഹോൾ ഉള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടതാണ്. ആൽക്കഹോൾ എന്നതൊരു കെമിക്കലാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്. കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ OH ഗ്രൂപ്പ് അവസാനം വരുന്ന എല്ലാം ആൽക്കഹോളാണ്. ആൽക്കഹോൾ മദ്യമായി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ഹറാമായി തീരുന്നത്. ഒരു കെമിക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല. മദ്യമായി അത് ഉപയോഗിക്കപ്പെടുമ്പോഴാണ്, അത് ലഹരി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് മതപരമായ വീക്ഷണത്തിൽ അത് ഹറാമായി തീരുന്നത്, നിഷിദ്ധമാകുന്നത്. മദ്യമായി ഉപയോഗിക്കുന്ന ആൽക്കഹോളിക്കായ എന്തും അത് ചെറിയ അംശം പോലും മെഡിസിൻ എന്നുള്ള പേരിൽ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഒരു കെമിക്കൽ എന്നുള്ള നിലക്ക് മെഡിസിനുകളിൽ അത് ചേർക്കുന്നതോ അത് ഉപയോഗിക്കുന്നതോ മതപരമായി ഒരു ഹറാം എന്നുള്ള തലത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇവിടെ ഫാർമക്കോളജിയിലെ ഒരു വിദ്യാർത്ഥിയായ സുഹൃത്ത് പറഞ്ഞു. അതേപോലെ തന്നെ പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സംശയം, ഇപ്പോൾ ഹോമിയോയിലെല്ലാം ഹോമിയോപ്പതിയിലെല്ലാം എല്ലാ ടിഞ്ചറുകളും ബേസ് ആൽക്കഹോളാണ്. ആ ബേസ് ആൽക്കഹോൾ ആകുമ്പോൾ അത് ഹലാലാകുമോ എന്ന സംശയം വരാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രംഗത്തുള്ള അടിസ്ഥാനപരമായ വിധി, മദ്യമായി ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണെങ്കിൽ അത് ചെറിയ ശതമാനം കൂടി പാടില്ല എന്നുള്ളത്. അവ സ്വാഭാവികമായിട്ടും തിരിച്ചും പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഇതാണെങ്കിലും കുടിച്ചാൽ ലഹരി ഉണ്ടാവുമല്ലോ. അത് ഏത് മരുന്നാണെങ്കിലും ചിലപ്പോൾ കുറച്ച് കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാവും. അത് നിങ്ങൾ എക്സ്പെർട്ടോറന്റ് ആണെങ്കിൽ പോലും, അത് സാധാരണ നമ്മൾ കഫ് സിറപ്പായി കുടിക്കാറുള്ള മരുന്നുകളാണെങ്കിൽ പോലും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പൊ തേൻ നല്ല ഖുർആൻ പോലും അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ തേനാണെങ്കിലും ഒരു അമിതമായ തലത്തിലേക്ക് കുടിച്ചാൽ, അല്ലെങ്കിൽ അന്ന് ഫെർമെന്റ് ചെയ്ത് കുടിച്ചാൽ എല്ലാം തന്നെ ലഹരി ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അപ്പൊ അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കുക, ആൽക്കഹോളിക്കായ സാധനം എന്നുള്ള നിലക്കല്ല, മറിച്ച് അത് ലഹരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ലിക്വിഡ് ആണെങ്കിലാണ് അത് ഹറാമാകുന്നത് എന്നുള്ളത്. അപ്പൊ അത്തരം ഒരു തലത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രണയത്തിന്റെ പ്രശ്നമാണ്.
എല്ലാവരും സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം നമ്മുടെ സ്റ്റേജിൽ നിന്ന് അതൊരു പ്രതിസന്ധിയായി പറയുകയും നിങ്ങളെല്ലാവരും പ്രതിസന്ധിയായി ചിരിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ടെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് അത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മിക്സഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നം തന്നെയാണ്. മിക്സഡ് ക്യാമ്പസ് എന്നുള്ളത് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് 100% ഒഴിവാക്കി വെക്കുവാനുള്ളൊരു സാഹചര്യമില്ല എന്നുള്ളതൊരു സത്യമാണ്. മിക്സഡ് ക്യാമ്പസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, മിക്സഡ് ക്യാമ്പസ് എന്നുള്ളത് അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. ഇന്ന് ലോകം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് പഠിക്കേണ്ടത് എന്ന മധ്യകാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു 4-5 വർഷം മുമ്പ് വരെ ശക്തമായൊരു സാമൂഹ്യശാസ്ത്രവാദമായി കടന്നു വന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആൺകുട്ടികൾ പഠിക്കേണ്ട രീതിയും പെൺകുട്ടികൾ പഠിപ്പിക്കേണ്ട രീതികളും വ്യത്യാസമുണ്ട് എന്ന തലത്തിലേക്ക് ലോകം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്തായിരുന്നാലും കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ നമുക്ക് പൂർണ്ണമായും മിക്സഡ് ക്യാമ്പസുകൾ ഒഴിവാക്കുവാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും ഇത്തരം അവസ്ഥയിൽ? ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ഇസ്ലാമികമായ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുവാൻ ശ്രദ്ധിക്കുക. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ സൗന്ദര്യം തീർച്ചയായും പുരുഷന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന, പുരുഷനെ ആകർഷിക്കുന്ന, പുരുഷന്റെ ശരീരത്തെ ലൈംഗിക ശാസ്ത്രപരമായി പറഞ്ഞാൽ ലിബിഡോയിലേക്ക് നയിക്കുന്ന, ലൈംഗിക ആസക്തിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് ട്യൂൺ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഒരു ട്യൂണിങ് നടക്കുന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിലും അവരുടെ കാണാൻ അനുവദിക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോലും നോക്കൽ അനുവദനീയമാവുകയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിലെ ഒന്നുകൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണിന്റെ ശരീര സൗന്ദര്യം കാണുമ്പോൾ പുരുഷ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകും. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ശരീരത്തിന്, മനസ്സിന് എല്ലാം തന്നെ താല്പര്യമുണ്ടാകും. അതിനാണ് ലിബിഡോ എന്ന് പറയാം. ആ ഒരു താല്പര്യം സൃഷ്ടിക്കുന്ന ഒരു തലത്തിൽ നമ്മുടെ തലച്ചോറ് മാറുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഒരു തലത്തിലും യാതൊന്നും അനുവദിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, സ്വാഭാവികമായിട്ട് ഒരേ ക്യാമ്പസിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ആശയ കൈമാറ്റങ്ങളും കാര്യങ്ങളുമെല്ലാം വേണ്ടിവരും. ആ ആശയ കൈമാറ്റങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഒറ്റയ്ക്ക് ആകുന്ന ഒരവസ്ഥയും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരവസ്ഥയിലും ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റയ്ക്ക് ഒരുമിച്ചാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അവിടെ തീർച്ചയായും ഒരു ഫ്രണ്ടിനെ കൂട്ടാം നമുക്ക്, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ചാകാം നമ്മുടെ ഡിസ്കഷൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഒരു പ്രശ്നം, ഇതേപോലെ തന്നെ ക്യാമ്പസുകളിൽ ഉണ്ടാകാറുള്ള മറ്റൊരു പ്രശ്നം നമ്മുടെ യാത്രയാണ്. അവിടെയും ഈ രൂപത്തിൽ എന്ത് ന്യായീകരണം പറഞ്ഞിട്ടാണെങ്കിലും ഒരിക്കലും നമുക്ക് വിവാഹം നിഷിദ്ധമായ ഒരു പെൺകുട്ടിയോട് ഒപ്പം ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ആ പെൺകുട്ടിയുടെ കൂടെ അവരുടെ ഒരു മഹ്റം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അല്ലാതെ ആ രൂപത്തിൽ ഉള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കുവാനുള്ളത്. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ശ്രദ്ധിക്കുക. ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീക്ഷണം, പ്രണയം ഇസ്ലാം പൂർണ്ണമായും അനുവദിക്കുന്നു. പക്ഷെ അത് വിവാഹത്തിന് ശേഷമാണ് എന്ന് മാത്രമേ ഉള്ളൂ. വിവാഹത്തോടുകൂടി പ്രണയമാകണമെന്നും പ്രണയം യഥാർത്ഥത്തിൽ വിരിയണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളെ സമൂഹത്തിൽ പലപ്പോഴും ഇവിടെ ക്യാമ്പസിലെ ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞതുപോലെ പ്രണയവും ഇഷ്ടവും കാര്യങ്ങളുമെല്ലാം വിവാഹത്തിന് മുമ്പ് കഴിയുകയും വിവാഹമാകുമ്പോഴേക്ക് മനസ്സ് ഏകദേശം ഡ്രൈ ആയി മാറുകയും വിവാഹത്തിന് ശേഷം ഒരുതരം പ്രണയ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തിട്ട് അവസാനം ഈ ദാരിദ്ര്യത്തിനെ ചികിത്സിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് കൗൺസിലിങ്ങും സെന്ററുകളും വളർന്നു വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ ഒരു ശരീരശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കുക. പ്രണയം പടച്ചവൻ മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ പൂർണ്ണത എന്നുള്ളത് എന്ത് പറഞ്ഞാലും മനസ്സിലൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിനോടനുബന്ധിച്ച് ശരീരത്തിലെ നേരത്തെ പറഞ്ഞ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശരീരശാസ്ത്രപരമായ പ്രതിവിധിയും പൂർണ്ണതയും ശാരീരികമായ ബന്ധമാണ്. അപ്പോൾ ശാരീരികമായ ബന്ധമാകുന്ന പൂർണ്ണതയിലെത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഏത് പ്രണയവും ശരീരശാസ്ത്രപരമായി ശരിക്ക് മാനവ വിരുദ്ധമാണ്, അത് അപകടകരമാണ്. അതോടൊപ്പം തന്നെ മതപരമായി അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനോട് അനുഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യത്തിന് അവസരം തരികയാണ്. അതിന്റെ നിവാരണം നൽകുന്നതോടുകൂടി ഹാരിസ് ബിൻ സലീം ഈ വിഷയത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കും. ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല, നിങ്ങളുടെ സഹപാഠിയുടെ പ്രശ്നമായിരിക്കും. തുറന്നു ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ്. ഞാൻ വരുന്നത് NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. എനിക്കറിയേണ്ടത് ഈ മിക്സഡ് ക്യാമ്പസ് നോട്ട് സയന്റിഫിക് എന്ന് പറഞ്ഞു, ശാസ്ത്രീയമല്ല. അത് എനിക്ക് പൂർണ്ണമായിട്ടാണ് മനസ്സിലായില്ല. കാരണം ഇപ്പോൾ എക്സാം നടത്തുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മാർക്കിൽ ഒരു കൂട്ടം മുന്നോട്ടും ഒരു കൂട്ടം പിന്നോട്ടും അടിക്കുന്നില്ല. അതൊരു ഈക്വൽ ലെവലിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പൂർണ്ണമാക്കി തന്നാൽ നന്നായിരുന്നു. നിങ്ങൾ തന്നെ തരേണ്ടി വരും. ചോദ്യങ്ങൾ അവസാനിക്കുകയില്ല എന്നറിയാം. നിങ്ങൾക്ക് വിശദമായി ഓരോ വിഷയത്തെ പറ്റിയും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ പണ്ഡിതന്മാർ ഗൈഡൻസ് കോർണറിലുമുണ്ട്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് വിശദമായിട്ട് ആണെങ്കിൽ അത് തന്നെ വലിയൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റാണ്. ലോകത്തെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്, പോയി എന്നല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണിന്റെയും പെണ്ണിന്റെയും തലച്ചോറ് വളരുന്നത്, തലച്ചോറ് ലോകത്തെ കാണുന്നത് രണ്ട് രൂപത്തിലാണ്. ബ്രെയിൻ സെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം, ബ്രെയിൻ സെക്സ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ തരുന്നതാണ്. അപ്പോൾ തലച്ചോറ് കാണുന്ന, ലോകത്തെ കാണുന്ന രീതി തന്നെ രണ്ട് രൂപത്തിലാണ്. തലച്ചോറിന്റെ വളർച്ച തന്നെ രണ്ട് രൂപത്തിലാണ്. പെൺതലച്ചോറ് ഇടതുഭാഗം ആദ്യം വളരുമ്പോൾ ആൺതലച്ചോറ് വലതുഭാഗമാണ് വളരുന്നത്. പെൺതലച്ചോറ് ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ ആൺതലച്ചോർ സ്പേഷ്യലാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാ നൈപുണ്യമാണ് പെൺതലച്ചോറിന്റെ സവിശേഷത എങ്കിൽ ആണ്ട തലച്ചോറിന്റെ സവിശേഷത കാര്യങ്ങളെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു വിദ്യാഭ്യാസം എന്നുള്ളത്, ക്ലാസ് റൂം എന്നുള്ളത് എന്താണ്? ഒരു കുട്ടിക്ക് ഏത് തരത്തിലാണോ പഠിക്കേണ്ടത് ആ പഠനത്തിന്റെ ആ രൂപത്തിൽ പഠിപ്പിക്കേണ്ടുന്ന രീതിക്കാണ് വിദ്യാഭ്യാസം എന്ന് പറയാം, പഠിപ്പിക്കൽ എന്ന് പറയാം. ആ പഠിപ്പിക്കൽ പലപ്പോഴും ചെറിയ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്, സ്കൂളുകളിൽ മുതലെടുത്താൽ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കപ്പെടുന്നത് പെൺകുട്ടിക്കുള്ള പാഠങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയ ക്ലാസ്സുകളിലെല്ലാം സ്മാർട്ട് പെൺകുട്ടികളായിരിക്കും. എന്തുകൊണ്ടാണ് സ്മാർട്ട് പെൺകുട്ടികളാകുന്നത്? കാരണം പഠിപ്പിക്കപ്പെടുന്നത് ആ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. റൈംസ് പഠിക്കുന്നത്, കാര്യങ്ങൾ, ഭാഷ പഠിക്കുന്നത് എല്ലാം പെട്ടെന്ന് പെൺകുട്ടികളായിരിക്കും. അതേസമയം ആൺകുട്ടികളാണെങ്കിലോ എപ്പോഴും വിളിക്കപ്പെടുക കുരുത്തം കെട്ടവനാണ് ആ സമയത്ത്, അല്ലെ? നമ്മള് കച്ചറ പ്രശ്നക്കാരൻ എന്നല്ലാണ്. എന്താ കാര്യം? അവൻ ഇതിൽ മൂപ്പർക്ക് ഏതായാലും താല്പര്യമില്ല, മൂപ്പര് തലച്ചോറ് അതിനെ സമ്മതിക്കണില്ല. അപ്പൊ മൂപ്പര് ചെയ്യാൻ എന്താ വെച്ചാൽ ഈ ഡെസ്ക് മൂപ്പര് സ്പേഷ്യലാണ്, ഇതിന്റെ ഉള്ളിൽ എന്തുള്ള എന്താണെന്ന് അറിയാനാണ് മൂപ്പരുടെ ആഗ്രഹം. അപ്പൊ ഡെസ്ക് ഒന്ന് പൊട്ടിച്ചു നോക്കൂ, അല്ലെങ്കിൽ കിട്ടിയ സാധനം പൊട്ടിച്ചു നോക്കൂ. ഇതല്ല. ഇപ്പൊ ഒരു പാവക്കുട്ടിനെ കുട്ടിക്ക് കൊടുത്താൽ മുതൽക്ക് ആ വ്യത്യാസം കാണാൻ കഴിയും. ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി നോക്കുകയും ഒരു മനുഷ്യനെ തൊടാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. ആൺകുട്ടി 2 ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ 2 ദിവസമല്ല ഉരുട്ടിക്കളിക്കും, 3-ാമത്തെ ദിവസം പൊട്ടിക്കും, അതിന്റെ ഉള്ളിൽ എന്താ നോക്കും. ഇത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഗതിയാണ്. പിന്നെ ശരീരത്തിലെ ഹോർമോണുകളാണല്ലോ നമ്മളെ ശരിക്ക്, നമ്മൾ എന്താണെന്ന് നിശ്ചയിക്കുന്നത് ശരിക്കും ഹോർമോണുകളാണ്. കാരണം നമ്മളുടെ സ്വഭാവങ്ങളെപ്പോലും അടിസ്ഥാനപരമായി തലച്ചോറിന്റെ നിർദ്ദേശപ്രകാരം ഹോർമോണുകൾ വഴിയാണ് നമ്മളുടെ സ്വഭാവങ്ങൾ പോലും നിശ്ചയിക്കപ്പെടുന്ന ഹോർമോണുകൾ വഴിയാണ്. അപ്പോൾ ഈ ഹോർമോണുകളുടെ ഉൽപാദനം അത് തന്നെ 2 തരത്തിലാണല്ലോ. നിങ്ങൾക്കറിയാം, ഈസ്ട്രജനും അതേപോലെ തന്നെ ആൻഡ്രജനും.
ഇതിന്റെ രണ്ടിന്റെയും ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺമനസ്സിന്റെയും ആൺമനസ്സിന്റെയും കാര്യങ്ങളുടെയുള്ള പെർസ്പെക്ഷൻ, കാര്യങ്ങളെ കാണുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ വേണം എന്ന ചിന്ത വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ്സിനെ പോലുള്ള സ്ഥലങ്ങളിൽ. നിങ്ങൾക്ക് നഴ്സറി ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങൾ പോലും ഇന്ന് ഇന്റർനാഷണൽ ബുക്ക് സ്റ്റാളുകളിലേക്ക് പോയാൽ റൈംസ് ഫോർ ബോയ്സ് എന്നും റൈംസ് ഫോർ ഗേൾസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. ലെറ്റേഴ്സ് ഫോർ ബോയ്സ് എന്നും ലെറ്റേഴ്സ് ഫോർ ഗേൾസ് എന്നും പറഞ്ഞിട്ടുള്ള ബുക്കുകൾ കിട്ടും. ആ ഒരു തലത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അത് മനസ്സിലാക്കുക. വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കേണ്ടത് എക്സാമിനേഷന്റെ റിസൾട്ടിലുള്ള പോലും സുഹൃത്ത് പറഞ്ഞ അത്ര ശരിയല്ല. 10ാം ക്ലാസ്സിൽ വളരെ റാങ്കിൽ മുന്നിൽ നിൽക്കുക പെൺകുട്ടികളാണ്. അതേസമയം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എൻട്രൻസ് റിസൾട്ടിൽ എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൽ പെൺകുട്ടികൾ കുറെ പിന്നിലേക്ക് പോകുന്നത്, ആൺകുട്ടികൾ മുന്നിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ തന്നെ എൻട്രൻസ് റിസൾട്ടിൽ നിങ്ങൾ കാണുക കുറെ കൂടി ഭാഷക്കും മെമ്മറിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മെഡിസിൻ എൻട്രൻസ് ആയിരിക്കും കൂടുതൽ പെൺകുട്ടികൾ കയറി പോവുക. അതേസമയം ആൺകുട്ടികൾ, ബ്രില്യൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ പോലും, ആൺകുട്ടികളാണെങ്കിൽ കൂടുതൽ കയറി പോകുന്നത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിരിക്കും. ഇത് എല്ലാം തന്നെ തലച്ചോറുകളുടെ സവിശേഷതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിനനുസരിച്ചുള്ള പഠനങ്ങളാണ് പാഠ്യരീതിയാണ് പഠിപ്പിക്കലെങ്കിൽ, വിദ്യാഭ്യാസമെങ്കിൽ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ക്ലാസ് റൂമിന്റെ ഡിസൈന് വരെ വ്യത്യാസമാക്കണം എന്നുള്ളിടത്താണ് ഇന്ന് പഠനരംഗത്തെ വിദഗ്ധന്മാർ എത്തിയിട്ടുള്ളത്. ഇതിലുമേൽ കെട്ടിയിട്ട് ഇനി ചർച്ച പോകരുത്. നമ്മളെ വിഷയം നിങ്ങളുടെ ക്രൈസിസാണ്. ആ ക്രൈസിസിലേക്ക് തിരിച്ചു പോട്ടെ. ആരിസ് ബാക്കി ആ കാര്യത്തിൽ സംസാരിക്കും. ക്യാമ്പസ് പ്രതിസന്ധിയായി നിലനിൽക്കുന്ന പ്രണയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഭൂരിപക്ഷം ആൺകുട്ടികളുടെ അഭിപ്രായം. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യത്തിന് കാത്തു നിൽക്കുന്നു. പെൺകുട്ടികൾക്ക് ഈ വിഷയത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ള അവസരമാണ്. ഒരാൾ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങോട്ട് മൈക്കെത്തും. ചോദിക്കാം. പേരും ക്യാമ്പസും പറഞ്ഞ് ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കണം. സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ക്യാമ്പസ് പ്രതിനിധികൾ ഓരോരുത്തരും ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിന്റെ വിവിധ വിഷയങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരുന്നൊരവസ്ഥയാണുള്ളത്. അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മൈക്ക്. ലേഡീസിന്റെ ഭാഗത്ത് മൈക്ക് ഓണല്ലേ? റെഡി. കോഡ്ലെസ് ഓണല്ല, കോഡ്ലെസ്. ഓക്കെ. വളരെ ചുരുക്കി നിങ്ങളുടെ വിഷയം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കാം. യാസിർ, എന്താണ് അവിടുത്തെ അവസ്ഥ? എൻ്റെ പേര് ഫാത്തിമ റഹ്മത്ത്. എനിക്ക് ചോദിക്കാനുള്ള പ്രണയത്തിനെ പറ്റിയല്ല, ഈ സ്ത്രീകളുടെ യാത്രനെ പറ്റിയുള്ള ഇസ്ലാമിക വിദ്യയാണ്. അതായത് ഞങ്ങളിപ്പോൾ കോളേജിൽ പോകുമ്പോൾ എനിക്കൊരു 16 മണിക്കൂർ വേണം കോളേജിലെത്താൻ. തമിഴ്നാട്ടാണ് പഠിക്കുന്നത്. അപ്പം ഒരു 2-3 ബോയ്സും ഒരു 4-5 ഗേൾസും ഉണ്ടാവും. ഒരുമിച്ചല്ല ഞങ്ങൾ ഇരിക്കുന്നതും ഇടപഴകുന്നതൊന്നും, പക്ഷേ സെയിം ബസ്സിലാവും. അപ്പം ഇതൊക്കെ ശരിയാണോ ചോദിക്കുമ്പോൾ, വേറെ ആരെങ്കിലും കുറച്ചുകൂടി മതബോധമുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു ആൻസർ ഇല്ല. എന്താണ് സ്ത്രീകളുടെ യാത്രയുടെ വിശദമായിട്ടുള്ള വിധി, അതൊന്നും അറിയണം. അതിലേക്ക് കടന്നു വരും. നേരത്തെ തുടങ്ങി വെച്ച വിഷയത്തിന്റെ സൂചനകളിലൂടെ ഇപ്പോൾ ഉന്നയിച്ച സംഗതികൾ കടക്കാം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലാണ് നിങ്ങളുടെ ചോദ്യം ഊന്നേണ്ടത്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവപരമായ നമ്മുടെ ഈ ചർച്ചയിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കേണ്ട ഒരു ചർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിൻ്റെ അപകടാവസ്ഥകളെക്കുറിച്ച് ഇവിടെ അക്ബർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. വളരെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംഗമം എന്ന നിലയ്ക്ക്
ആരിലെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിൻവാങ്ങാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് ഒരു കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, എത്രയോ ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളുമായി സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ അടുത്ത ദിവസം ഞാൻ ഒരാളുമായി സംസാരിച്ചപ്പോൾ അവൻ എന്തു വന്നാലും ഈ വിഷയവുമായി മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷേ സംസാരത്തിൻ്റെ ഏകദേശം ഒരു പൂർണ്ണതയിലെത്താനായപ്പോൾ അവന് മനസ്സിലായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഗുണകരമല്ലെന്ന്. അതവന് ബോധ്യപ്പെട്ട നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞത് അവൻ്റെ കണ്ണുകൾ നനഞ്ഞു. അവൻ ഞാൻ മുന്നിലിരിക്കുന്നുണ്ടെന്ന ഓർമ്മയില്ലാതെ അവൻ കരഞ്ഞു. കാരണം ഇത്ര കാലം തുടർന്നു വന്ന ആ ഹൃദയബന്ധം അവസാനിപ്പിക്കണമല്ലോ എന്ന തിരിച്ചറിവ് മനസ്സിൽ വന്നപ്പോൾ അവന് കരഞ്ഞുപോയി. ഞാൻ കരഞ്ഞ ഒരു നിമിഷം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു സുഹൃത്ത് വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. വളരെ കുറഞ്ഞ ദിവസങ്ങളെ അയാൾ ഭാര്യയുമായി ഒന്ന് ജീവിച്ചിട്ടുള്ളൂ. ഗൾഫിലെത്തി ഒരു അപകടം സംഭവിച്ചു. അയാൾ നാട്ടിൽ തിരിച്ചു വന്നു. അരക്കു താഴെ തളർന്നുകൊണ്ടാണ് നാട്ടിൽ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ യുവതിയായ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടം നിന്റെ ഈ പ്രായവും സമയവും പരിഗണിച്ചുകൊണ്ട് നീ നല്ല ഒരാളെ വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ ജീവിക്കണം. എന്നെ പരിചരിക്കാൻ വേണ്ടി ജീവിതം ഒരിക്കലും നീ നശിപ്പിക്കാൻ പാടില്ല. അതാണ് എൻ്റെ സന്തോഷം. അങ്ങനെ ഒരാളെ കൂടെ നീ ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ നീ പോകണമെന്നാണ്. അവൾ പറഞ്ഞു, എനിക്ക് പറ്റില്ല. എനിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ അത് നിങ്ങൾ. അവൾക്കറിയാം അയാൾക്ക് ശാരീരികമായ ആരോഗ്യസ്ഥിതിയില്ല, ദാമ്പത്യത്തിനോ ശാരീരിക ബന്ധത്തിനോ സാധിക്കുകയില്ലെന്ന് 100% അറിയാം. അത് എന്നെങ്കിലും ഒരു ചികിത്സയിലൂടെ തിരിച്ചു കിട്ടില്ലെന്നും അറിയാം. സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ്റെ വീൽ ചെയർ ആ പെൺകുട്ടി ഉന്തിക്കൊണ്ടു നടക്കുന്ന രംഗം ഒരു ഹോസ്പിറ്റലിൽ വരാന്തയിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഞാനത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടു പോയ ആളുകൾ എങ്ങനെ വേർപിരിയും എന്ന് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും ദീർഘകാലം എല്ലാ കാര്യത്തിലും ഒരു ശരീരമായി ഒരു മനസ്സായി ജീവിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് അങ്ങനത്തെ ഒരു സൃഷ്ടി ഘടനയോടുകൂടെയാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായി എന്താണെന്ന് വെച്ചാൽ, എൻ്റെതാണ് അവൾ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചാൽ ആ നിമിഷം മുതൽ അവളുമായുള്ള ഒരു അഭൗതികമെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ ഉണരാൻ തുടങ്ങും. ആ സ്നേഹം പടച്ചോൻ നിശ്ചയിച്ചതാണ്. ആയത്ത് നിങ്ങൾക്കറിയാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ്. ആകാശത്തെ പൂർണ്ണചന്ദ്രനെ പോലെ അത്ഭുതം, അണ്ടകടാഹങ്ങളെ പോലെ അത്ഭുതം. ഏത്? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം. അത് അത്ഭുതമാണ്. ആ സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് അത്ഭുതം തന്നെയാണ്. അതിന് ഒരു കാര്യകാരണ ബന്ധങ്ങളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കെങ്കിലും ഒരു ആൺകുട്ടി ജീവിതകാലം മുഴുവൻ തൻ്റെ കൂടെ ജീവിക്കേണ്ട എൻ്റെതെന്ന നിലക്കൊരു പെൺകുട്ടിയെ കുറിച്ച് വിചാരിക്കുന്നിടത്ത് നിങ്ങൾ ആലോചിച്ച് വിചാരിക്കണം. അത് അവിഹിതമായ വിചാരമാണെങ്കിലും വിവാഹത്തോടു കൂടെയുള്ള വിചാരമാണെങ്കിലും എൻ്റെ മനസ്സ് ഞാനൊരു സ്ത്രീക്ക് കൊടുത്താൽ കൊടുത്തു. സഹോദരങ്ങളെ, ഒരു പുരുഷൻ അവൻ്റെ മനസ്സൊരു സ്ത്രീക്ക് കൊടുത്താൽ കൊടുത്തു. അത് കൊടുക്കാൻ ഇസ്ലാമിൽ അനുവദിച്ചതാണ് വിവാഹം. അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്നേഹിച്ചതിന് ശേഷം, മനസ്സ് കൊടുത്തതിന് ശേഷം സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് പ്രേമിക്കുന്നവർ. എവിടെയോ പരീക്ഷയുടെ ലാബിൽ വെച്ച് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോൾ, ക്യാമ്പസിന്റെ ഗേറ്റിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒരാകർഷണീയത തോന്നി, അത് ബന്ധമായി തുടർന്നു. യാതൊരു ആലോചനയുമില്ല. അവൾ എവിടെ നിന്ന് വരുന്നു, അവൾക്ക് എത്ര പ്രായം, അവൾ ഏത് മതസ്ഥ, ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയുമില്ല. സാഹചര്യങ്ങൾ അന്വേഷിക്കാതെ ഒന്നിച്ചു ജീവിക്കാൻ മനസ്സ് കൊടുത്ത ആൾക്കാർ പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് കാണും. പാപ്പക്കും ഉമ്മക്കും ഇഷ്ടമല്ല, പാപ്പനെയും ഉമ്മനെയും പൂർണ്ണമായും പിണക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ ആദർശപരമായി നമ്മുടെ ബന്ധമില്ല, പ്രായപരമായി എനിക്ക് യോജിച്ചതല്ല, വിദ്യാഭ്യാസപരമായി ഒക്കെ പിന്നെയാണ് അന്വേഷിക്കണം. ഇസ്ലാമിൽ എങ്ങനെ അറിയുന്നത്? എല്ലാ സാഹചര്യവും ആദ്യം അന്വേഷിക്കുക. അതായത് എനിക്ക് ഒറ്റ പ്രായമാണോ, സമയമാണോ, എനിക്കിഷ്ടപ്പെട്ട മുഖമാണോ, എല്ലാം അന്വേഷിച്ചിട്ട് എന്ത് അറിയോ, എനിക്ക് പറ്റും എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സ് കൊടുക്കുക. അതാണ് വിവാഹം. ആ മനസ്സാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഏത് കാലവും സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. സഹോദരങ്ങളെ, ഇതുകൊണ്ട് ആർക്കെങ്കിലും നിങ്ങൾ അവിഹിതമായി മനസ്സ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതിൽ യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല.
നിങ്ങൾ അവിഹിതമായി തുടങ്ങുന്ന ഇത്തരം ഒരു മനസ്സ് കൊടുക്കൽ നിങ്ങളെ ഭാവിയെ അപകടപ്പെടുത്തും. എന്തുകൊണ്ട്? ഒന്ന്, നിങ്ങൾക്ക് ജീവിതകാലം വരെ വിശ്വാസ്യതയോടെ ജീവിക്കാൻ പറ്റൂല. നിങ്ങളെ അവൾ പരിചയപ്പെട്ടു, അവൾ നിങ്ങളെ പരിചയപ്പെട്ടു, അവിഹിതമായി. ഇനി വിവാഹം കഴിഞ്ഞാൽ അവിഹിതമായ പരിചയപ്പെടുകൽ നടക്കില്ലെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല. അതിലപ്പുറം വേറൊന്നെന്താ വെച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും അധികം നല്ല മനസ്സുള്ള കുട്ടികൾ ഇത്തരം പ്രേമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞത് അതാലോചിച്ചിട്ടാണ്. എനിക്കൊരു തടസ്സമല്ല, ഇത്ര കാലം എന്നെ സ്നേഹത്തോടെ വളർത്തിയ വാപ്പയും ഉമ്മയും 100% ഇഷ്ടപ്പെടില്ലേ, എനിക്കത് വേണ്ട, ഞാൻ തീരുമാനിച്ചു, അങ്ങനെ പിന്തിരിഞ്ഞത്. സഹോദരങ്ങൾ, ഒരു മാതാവും പിതാവും മാന്യതയുള്ളവർ അതിന് അംഗീകാരം ഒരിക്കലും തരില്ല. അതുകൊണ്ട് മാത്രമല്ല, അവിഹിതമായ ഒരു വിവാഹ തുടക്കത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം നിശ്ചയിച്ച പോലെ വിവാഹം കഴിക്കൂ സഹോദരങ്ങളെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം ദാമ്പത്യമാണ്. ഇവിടെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ ഇണയുമായുള്ള രാപ്പകലൊഴിയാത്ത ആ സ്നേഹ സന്തോഷ ജീവിതമാണ്. അത് അവർക്കില്ല. അവിഹിതമായ തുടക്കക്കാർക്ക് അതില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. മാന്യമായി നിങ്ങൾ അങ്ങനെ വല്ലവരെയും പരിചയപ്പെട്ടെങ്കിൽ അവരോട് പറയാ, അവിഹിതമായ ഒരു തുടക്കമായതുകൊണ്ട് ഞാൻ തിരിച്ചറിവ് ലഭിച്ചു, എനിക്ക് ഈ ബന്ധം എന്റെയും നിന്റെയും ഭാവിക്ക് വേണ്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ഫോൺ അള്ളാഹുവിന്റെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനത്തിൽ വിഹിതമായ നിലക്ക് അപരിചിതമായ ഒരു തുടക്കം. ആ തുടക്കത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തന്നാൽ മരണം വരെ നാൾക്കുനാൾ വർദ്ധിക്കുന്ന സ്നേഹത്തോടെ അനുഭവങ്ങളോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അബദ്ധങ്ങൾ പറ്റിയാൽ തിരിച്ചറിയുകയും ഖേദിക്കുകയും മടങ്ങുകയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നാം തെറ്റിലാണ്, ആ തെറ്റ് ഇനി തുടരാതിരിക്കുക. ഇപ്പോൾ നോക്കുന്ന നോട്ടവും സംസാരവും എല്ലാം അവിഹിതമാണ്. ആ തെറ്റുകളെ ഉടൻ അവസാനിപ്പിക്കുകയും ഇസ്ലാം അനുവദിച്ച നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. അടുത്തായി ആഷിഫ് ഒരു പുതിയ വിഷയവുമായി നമ്മുടെ ചർച്ചയിൽ പങ്കുചേരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് ആസിഫ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേളാരി എന്ന് വരുന്നു. നിങ്ങൾ അഭിസംബോധിച്ച് എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് തികച്ചും അത് സംസാരിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. എങ്കിലും ഒരു ക്യാമ്പസ് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവസരം ലഭിച്ച ഈ അവസരം ഞാൻ പാഴാക്കുന്നില്ല. ലൈംഗിക അരാജകത്വം ഇന്ന് ക്യാമ്പസിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് അജ്ഞതയൊന്നുമില്ല, അറിയാവുന്ന വിഷയം തന്നെയാണ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോകുന്ന ആ ഒരു 30 വർഷം മുമ്പുള്ള നമ്മളെ ക്യാമ്പസ്, അന്ന് ഈ IT ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഒന്നും ഇത്രയും ഡെവലപ്പ് ആവാത്തൊരു ക്യാമ്പസ്. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യരുടെ ബോഡി ഷേപ്പും വിചാരവും മനസ്സും ഒക്കെ ഒന്നാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ലൈംഗിക വിചാരങ്ങളും ഈ 2012, അതായത് 3G 4G വളർന്ന നമ്മളെ ടെക്നോളജിയുടെ കാലഘട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലുള്ള ലൈംഗിക അരാജകത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോന്നാണ്. 80 കാലഘട്ടത്തിൽ ഒരു പക്ഷെ ഒരാൾ ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരൻ വഴിതെറ്റിയതിനെ കുറിച്ച് അറിയുന്നത് വളരെ പേടിച്ച് വളരെ ഒളിഞ്ഞു മറിഞ്ഞു എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്ന ഒരു മാമാസികളിലൂടെയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കാണുന്ന ഒരു കാഴ്ചകളിലൂടെ ആയിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ 2012 4G വളർന്ന നമ്മുടെ ടെക്നോളജി, കമ്പ്യൂട്ടറിൽ മെമ്മറി കാർഡുകളും ഇന്റർനെറ്റ് ഓൺലൈൻ സർവീസുകളും അപ്ലോഡ് ചെയ്തതോടുകൂടി നമ്മളെ MSMന്റെ പ്രചാരണത്തിൽ എപ്പോഴും പറയാറുള്ള പോൺ സൈറ്റ് സന്ദർശനം, അതായത് ഇന്നത്തെ യുവാക്കൾ ഏറ്റവും തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ സംഭവം ഇന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും കൈകളിൽ ഫ്രീ ആയിട്ട് ഒരു ചാർജും ഇല്ലാതെ ഓൺലൈനായിട്ട് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 75% ക്യാമ്പസ് സ്റ്റുഡൻസും അതിന് അഡിക്റ്റ് ആയിരിക്കും. ഇവിടെ പ്രഭാഷകൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഏറ്റു പറയാതിരിക്കുക, അതിൽ പക്ഷാതപിക്കുക എന്നുള്ളൊരു വസ്തുത അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളോട് ഞാൻ അറിയുന്ന സഹോദരന്മാരെ വെച്ച് ഞാൻ സംസാരിക്കാം. അപ്പം ഇത്രയും സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ആയതുകൊണ്ട് എത്രയോ പാവപ്പെട്ട് കോളേജിൽ ക്യാഷ് കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സത്യം പറയാൻ എനിക്ക് ഉറപ്പാണ് ഒരു 90%
ചെറുപ്പക്കാരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരു ഹിഡൻ ഫോൾഡറിൽ, വീട്ടുകാർക്കൊന്നും കാണാൻ പറ്റാത്ത ഹിഡൻ ഫോൾഡറുകളിൽ ഒരുപാട് കണക്കിന് ഡിഫറെന്റ് ടൈപ്പ് ആക്ഷൻസുകളുള്ള പോൺ വീഡിയോസുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര വേദനാജകമായ കാര്യം. ഇത്ര വലിയ സദസ്സിന് മുമ്പിൽ പറയാൻ എനിക്ക് ഭയങ്കര വേദനയുണ്ട്. കാരണം എനിക്ക് ഉറപ്പാണ്, കാരണം നമ്മളൊരു യൂത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏകദേശം നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ, അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ MSM ഇങ്ങനെ പ്രോഫ്കോൺ വിദ്യാർത്ഥികളെ പിടിച്ചിരുത്തി ഒരു 15 മണിക്കൂറോ 20 മണിക്കൂറോ പടച്ചോനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചും ഭയങ്കരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചും എന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കരമായ ഒരു എക്സ്പ്ലോസീവ് ലൈഫിൽ സംഭവിക്കുന്നത്. എന്നെ കുറിച്ചാണ് ഞാൻ തുറന്നു പറയാം. ഞാൻ MSMനെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞ കോട്ടക്കൽ കോൺഫറൻസിലാണ്. എന്റെ കൂട്ടുകാരൻ വെറുതെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് കോട്ടക്കല് എന്നെ കൊണ്ടുപോയതാണ്. ഞാനേ ഒന്ന് ഡ്രസ്സൊന്നും എടുക്കാതെ 2 മണിക്കൂറിനുള്ളിൽ പോയി തിരിച്ചു വരാമെന്നുള്ള നിലക്ക് പോയ ഞാന് ഡ്രസ്സൊന്നും എടുക്കാതെ ഒരു പാന്റും കുപ്പായ ഇട്ടിട്ട് 3 ദിവസം അവിടെ കഴിഞ്ഞു. ആ ഒരു സ്പിരിറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫ്കോണിന് എന്റെ ക്യാമ്പസിൽ നിന്ന് ഒരു 15 കുട്ടികളെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. ഇപ്രാവശ്യം 20 കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയുണ്ട്. പക്ഷെ അതൊന്നല്ല ഞാൻ വിഷയം. പക്ഷെ ക്യാമ്പസിൽ ലൈംഗിക രാജ്യത്ത് സത്യമായിട്ടും ഈ മൊബൈൽ ഫോണിന് ഇംപ്ലിമേഷൻ വീഡിയോസ് നമ്മൾ കാണുന്നതിലുപരി വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്യാമ്പസിലുള്ള ലേഡീസ് ആൻഡ് ബോയ്സ് നമ്മൾ തീർച്ചയായിട്ടും പറയാം, ഇപ്പൊ ഭയങ്കര ടച്ചിങ് ആണ്. ഇപ്പൊ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ തമ്മിലൊരു റിലേഷൻ ഉണ്ടാവില്ല, പക്ഷെ അവർ പരസ്പരം ഇരിക്കും, അപ്പൊ കൈകൾ ടച്ച് ചെയ്യും. അപ്പൊ ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇതൊക്കെ എന്ത് ലൈഫിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പുണ്യാളം വന്ന പോലെയാണ്. പക്ഷെ ഇതൊക്കെ മഹാഭാവമാണ്. കാരണം ഈ പ്രോഫ്കോണിന്റെ സ്പിരിറ്റിൽ ഞങ്ങൾ കോളേജിൽ ഞങ്ങൾ CRE സംഘടിപ്പിക്കുകയുണ്ടായി. ആ CREയുടെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു ഹദീസ് പറയുകയുണ്ടായി. അതെല്ലാവരും നല്ലവരെ ക്യാച്ച് ചെയ്തിരുന്നു. കാരണം ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ ടച്ച് ചെയ്യുന്നതിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ തലയിൽ ഒരു ആണി അടിച്ചു കയറ്റുന്നതിന് തുല്യമായിട്ടാണ്. അപ്പൊ അത്രയും ഭയാനകമായ കാര്യമാണ്. അപ്പൊ ഈ ലൈംഗിക രാജ്യത്ത് ക്യാമ്പസിൽ ഭയങ്കരമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ MSMന്റെ ഈ തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഇപ്പൊ ഒരുപാട് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോയില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ക്യാമ്പസിന്റെ ലൈംഗിക രാജകത്വം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു ആസിഫ്. ജസാക്കല്ലാഹു ഖൈർ. നമ്മുടെ ക്യാമ്പസിന് നടക്കുന്ന ചില വിവരങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം എന്താണെന്ന് ഹാരിസ് ബിൻ സലീം വിശദീകരിക്കും.